ആദ്യമായി അച്ഛൻ ഞങ്ങളോട് സംസാരിക്കാൻ സമ്മതിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. അച്ഛനെ ആദ്യമായിട്ട് കാണുകയാണ്. അച്ഛൻ മലങ്കര സഭയുടെ പ്രീസ്റ്റ് ട്രസ്റ്റി ആയിട്ട് ഇപ്പം ഏകദേശം 1 വർഷത്തിൽ കൂടുതൽ ആദ്യമായിട്ട് ഞങ്ങൾ കാണുന്നുണ്ട്. ഞങ്ങളുടെ കൺഗ്രാറ്റ്സ് അറിയിക്കുന്നു. ഇപ്പോൾ ആദ്യമേ ഈ ജനങ്ങൾക്ക് എന്താണ് ഈ പ്രീസ്റ്റ് ട്രസ്റ്റിയിൽ പലതരങ്ങളിലുള്ള പോസ്റ്റുകൾ ആൾക്കാർ കേൾക്കുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് പ്രീസ്റ്റ് ട്രസ്റ്റിയുടെ ജോലി, എന്താണ്, അല്ലെ അൽമായ ട്രസ്റ്റി നിങ്ങളുടെ ബൗണ്ടറീസ് എവിടെയാണ്, അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയാം. പ്രീസ്റ്റ് ട്രസ്റ്റിയും ലേ ട്രസ്റ്റി എന്ന് പറയുന്ന 2 സ്ഥാനങ്ങളുണ്ടാകുന്നത് 1840 മുതലാണ്. അതായത് അന്ന് CMS മിഷണറിമാരുമായിട്ട് മലങ്കര ഓർത്തഡോക്സ് സഭ ഒരു പീസ്ഫുൾ സെറ്റിൽമെൻ്റ് ഉണ്ടാക്കി. അതുവരെ ഈ കോമണായിട്ട് CMS മിഷണറിമാരും സഭയും കൂടെ സമ്പാദിച്ചതായ സ്വത്തുക്കൾ മുഴുവനും 2ആയിട്ട് വിഭജിക്കുകയാണ് ഉണ്ടായത്. അതിനൊരു പഞ്ചായത്ത് കമ്മിറ്റി, ആർബിട്രേഷൻ കമ്മിറ്റി ഉണ്ടായിരുന്നു. ആ കമ്മിറ്റി സ്വത്തുക്കൾ മുഴുവനും 2ആയിട്ട് വീതിച്ചു. അപ്പോൾ ആ കൂടെ അവർ ഒരു കാര്യവും കൂടെ പറഞ്ഞു, മലങ്കര സഭയ്ക്ക് ലഭിച്ച സ്വത്തുക്കൾ ഇനി മുതൽ 3 പേര് ചേരുന്ന ഒരു ട്രസ്റ്റ് ഉണ്ടാക്കി. ആ 3 ട്രസ്റ്റിമാരും കൂടെ വേണം ഭരിക്കാനായിട്ട്. അതിൽ ഒരാൾ മലങ്കര മെത്രാപ്പൊലീത്തൻ ട്രസ്റ്റി, അദ്ദേഹത്തോടൊപ്പം ഒരു വൈദികനും ഒരു അൽമായക്കാരനും കൂട്ട് ട്രസ്റ്റിമാരായിട്ടുണ്ടായിരിക്കണമെന്ന് ആർബിട്രേഷൻ കമ്മിറ്റി നിശ്ചയിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് വൈദിക ട്രസ്റ്റി ഉണ്ടാകുന്നത്. ഈ തീരുമാനം ഉണ്ടായിക്കഴിഞ്ഞ് ഏതാണ്ട് 30 വർഷത്തോളം കഴിഞ്ഞതിന് ശേഷമാണ് ആദ്യത്തെ അൽമായ ട്രസ്റ്റിയെയും വൈദിക ട്രസ്റ്റിയെയും തിരഞ്ഞെടുത്തത്. കാരണം അന്ന് സഭയ്ക്ക് കിട്ടിയ വട്ടിപ്പണത്തിൻ്റെ പലിശ, ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റാണ് വട്ടിപ്പണം എന്ന് പറയുന്നത്. ഈ വട്ടിപ്പണത്തിൻ്റെ ഇൻട്രസ്റ്റ് കിട്ടണമെങ്കിൽ ഈ 2 കൂട്ട് ട്രസ്റ്റിമാരും കൂടെ അതിൽ ഒപ്പിട്ടാൽ മാത്രമേ കിട്ടുകയുള്ളൂ എന്നുള്ള ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ കൂട്ട് ട്രസ്റ്റിമാരെ 1870 തിരഞ്ഞെടുക്കുകയാണ് ഉണ്ടായത്. അങ്ങനെയാണ് ഇതിൻ്റെ ഉത്ഭവം. അതിനുശേഷം 1934 ഭരണഘടന ഉണ്ടായപ്പോൾ ഭരണഘടനയിലും അവർക്ക് സ്ഥാനം ലഭിക്കുകയുണ്ടായി. ഇപ്പോൾ ഈ അൽമായ ട്രസ്റ്റി ഉണ്ട്, ഇത് പ്രീസ്റ്റ് ട്രസ്റ്റി ഉണ്ട്. അപ്പോൾ ഇവർ രണ്ടുപേരും ചെയ്യുന്ന ജോലികളിൽ എന്താണ് വ്യത്യാസമുള്ളത്? വ്യത്യാസമൊന്നുമില്ല. രണ്ടുപേരും മലങ്കര മെത്രാപ്പൊലീത്തായോട് ഒപ്പം കൂട്ട് ട്രസ്റ്റിമാരായിട്ട് നിൽക്കുന്നു. അന്ന് ഈ CMSകാരുമായിട്ട് ഉള്ളതായ ആർബിട്രേഷനിൽ ലഭിച്ച സ്വത്തുക്കളുടെ മേൽ മാത്രമേ ഈ കൂട്ട് ട്രസ്റ്റികൾക്ക് ഡയറക്റ്റായിട്ട് എന്തെങ്കിലും കൺട്രോൾ ഉള്ളൂ. പക്ഷേ സഭയിലെ 2 സ്ഥാനികളായിട്ട് നിൽക്കുന്നതുകൊണ്ട് പ്രധാനപ്പെട്ട എല്ലാ കമ്മിറ്റികളിലും ഇവർ അംഗങ്ങളാണ്, ഈ 2 ട്രസ്റ്റിമാരും. അപ്പോൾ എക്സിക്യൂട്ടീവായിട്ടുള്ള വലിയ കാര്യമായിട്ടുള്ള ജോലിയൊന്നും ഇല്ല. പക്ഷേ ഡിസിഷൻ മേക്കിങ്ങിൻ്റെ, തീരുമാനങ്ങൾ എടുക്കുന്ന ലെവലിൽ പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനിക്ക് വേണ്ട ഉപദേശങ്ങൾ കൊടുക്കുന്ന എല്ലാ സമിതികളിലും അംഗങ്ങളായിട്ട് ആക്റ്റീവായിട്ടുള്ള റോൾ പ്ലേ ചെയ്യാനായിട്ടുള്ള സാധ്യത ഈ 2 ട്രസ്റ്റിമാർക്കും ഉണ്ട് എന്നുള്ളത്. ഇപ്പോൾ ഈ അൽമായ സെക്രട്ടറി എന്നുള്ള ജോലി, പിന്നെ സഭാ സെക്രട്ടറി, അത് അസോസിയേഷൻ സെക്രട്ടറിയാണ്. അത് എന്തുകൊണ്ടോ അസോസിയേഷൻ സെക്രട്ടറിയുടെ മേലാണ് ഈ കണക്കുകൾ അവതരിപ്പിക്കാനായിട്ടുള്ളതും ബഡ്ജറ്റ് അവതരിപ്പിക്കാനായിട്ടുള്ള സകല ബാധ്യതയും വന്നു ചേർന്നത്. അത് ഈ ട്രസ്റ്റിമാർക്ക് മുൻപ് സെക്രട്ടറിയുടെ സ്ഥാനം ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ എനിക്ക് കൃത്യമായിട്ട് അതിൻ്റെ ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെൻറ്റിനെ കുറിച്ച് പഠിക്കാനായിട്ട് സാധിച്ചിട്ടില്ല. ഏതായിരുന്നാലും ഈ സഭാ സെക്രട്ടറിയുടെ സ്ഥാനം ഉണ്ടായ കാലം മുതൽ സഭയുടെ കണക്കുകളുടെ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വം സഭാ സെക്രട്ടറിയാണ് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അച്ഛൻ പ്രത്യേകിച്ച് നമ്മുടെ സെമിനാരിയിലൊക്കെ പഠിപ്പിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നു. അപ്പം ഈ ഇത് പ്രീസ്റ്റ് ട്രസ്റ്റി ആയിക്കഴിഞ്ഞപ്പോൾ ഈ സ്പിരിച്വൽ കാര്യങ്ങളിൽ നിന്ന് അഡ്മിനിസ്ട്രേഷൻ കാര്യങ്ങളിലേക്ക് പോയതിൻ്റെ ഒരു വലിയൊരു ചേഞ്ച് ഉണ്ടായിരുന്നു? ഇല്ല, ഈ സ്പിരിച്വൽ കാര്യങ്ങളെ വിട്ടിട്ടല്ല അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങൾ ഏറ്റെടുക്കുന്നത്. ഒന്നാമത് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ ഒരു എക്സിക്യൂട്ടീവ് പോസ്റ്റ് അല്ലാത്തതുകൊണ്ട് മുഴുവൻ സമയവും ഏതെങ്കിലും ഓഫീസിൽ പ്രസൻ്റ് ആയിരിക്കണമെന്നുള്ള നിർബന്ധമില്ല. അതുകൊണ്ട് സ്പിരിച്വലായിട്ടുള്ള ആ ലീഡർഷിപ്പും ആ കാര്യങ്ങളും എല്ലാം സെമിനാരിയിലെ അധ്യാപനം ഉൾപ്പെടെ തുടരുന്നതിന് യാതൊരു തടസ്സവും ഇതുവരെ ഉണ്ടായിട്ടില്ല. കുറച്ചും കൂടെ ജോലിഭാരം ഈ കമ്മിറ്റികളിലെല്ലാം സംബന്ധിക്കേണ്ടതുകൊണ്ട് കുറച്ചും കൂടെ ജോലിഭാരമുണ്ട് എന്നുള്ളതല്ലാതെ ഒന്നിനെ വിട്ടിട്ട് മറ്റൊന്ന് ആരംഭിക്കേണ്ടതായിട്ടുള്ളൊരവസ്ഥ ഉണ്ടായിട്ടില്ല. നമ്മുടെ ഈ ഇപ്പോഴത്തെ അസോസിയേഷൻ സെക്രട്ടറി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനാണ് ഡോക്ടർ ജോർജ് ജോസഫ്. നല്ല കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് കേൾക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പം ഇങ്ങനെ ഒരു ചെറുപ്പമായിട്ടുള്ള ഒരു സെക്രട്ടറി ആയിട്ട് ആദ്യമായിട്ടായിരിക്കുമല്ലോ ഇങ്ങനെ വർക്ക് ചെയ്യുന്നത്. അതിൽ എന്താണ് ഒരു ചേഞ്ച് ഉണ്ടോ, അതോ
എങ്ങനെയാണ് ആ വർക്കിംഗ് റിലേഷൻഷിപ്പ് വളർന്നു വരുന്നത്? വളരെ നല്ല റിലേഷൻഷിപ്പാണുള്ളത്. സെക്രട്ടറി ചെറുപ്പക്കാരനായതുകൊണ്ട് ഓടി നടന്ന് പ്രവർത്തിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുതന്നെയല്ല, അദ്ദേഹത്തിന് ഉണ്ടായിരുന്നതായ ജോലി സ്കൂളിലെ അധ്യാപകനായിരുന്നു. ആ ജോലിയൊക്കെ രാജിവെച്ചിട്ട് മുഴുവൻ സമയവും ദേവലോകത്ത് ഇരുന്ന് സഭാകാര്യങ്ങൾക്ക് വേണ്ടി തന്നെ ബുദ്ധിമുട്ടുന്ന ഒരവസ്ഥയാണുള്ളത്. അദ്ദേഹം വളരെ ഊർജ്ജസ്വലനായിട്ട് ഓടി നടന്ന് പ്രവർത്തിക്കുന്നു. അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ സന്തോഷവും അഭിമാനവുമുണ്ട്. നല്ല കാര്യമാണ്. പ്രത്യേകിച്ചും ഇതോടനുബന്ധിച്ച് ഈ കഴിഞ്ഞ വർഷത്തെ കാതോലിക്ക ദിനത്തിൻ്റെ കൽപ്പനയും അതിനോട് അനുബന്ധിച്ചുള്ള ലെറ്റേഴ്സും കാര്യങ്ങളൊക്കെ കണ്ടിരുന്നു. അപ്പം വളരെ നല്ലൊരു പ്ലാൻ, പ്രത്യേകിച്ചും ഇത്രയും വർഷങ്ങളിൽ ഞങ്ങൾ കണ്ടുവരുന്നത് നമുക്ക് 1 കോടി പിരിക്കണം എന്ന് ഉള്ളതിനേക്കാളും കൂടുതൽ ഇത് നമുക്ക് 3 കോടി പിരിക്കണം, ഇത് എങ്ങനെയാണ് ചിലവാക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞ് ജനങ്ങളുടെ ഇടയിൽ അതൊരു അവയർനെസ് കൊണ്ടുവരാൻ എന്നത് വളരെ നല്ലൊരു കാര്യമായിട്ട് ഞങ്ങൾ ആദ്യം തന്നെ പറയുന്നു. അപ്പം ഇത്ര നല്ലൊരു കാര്യം ചെയ്ത സെക്രട്ടറിയും അച്ഛനും ഞങ്ങളുടെ എല്ലാ ടീമും ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ആൾക്കാർക്കൊന്ന് പറഞ്ഞു കൊടുക്കാമോ? ഈ 3 കോടി നമ്മൾ കാതോലിക്കതിന് ഇപ്പം ജനങ്ങളുടെ ഇടയിലുള്ള ഒരു തെറ്റിദ്ധാരണ എന്ന് പറയുന്നത് ഇത് സഭാ കേസിന് വേണ്ടിയുള്ള ഒരു പിരിവാണെന്നുള്ള ഒരു രീതിയാണ്. അതാണോ അതോ എങ്ങനെയാണെന്നുള്ളതിനെക്കുറിച്ച് അച്ഛനൊരു കാതോലിക്ക ദിനപ്പിരിവ് സാധാരണ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് മുൻ വർഷത്തെ ടാർഗറ്റിനേക്കാൾ 10%-ഓ 15%-ഓ മാത്രം അടുത്ത വർഷം കൂട്ടിവെച്ച് പിരിവ് കഴിയുന്നിടത്തോളം ടാർഗറ്റ് ചെയ്ത് വിജയിപ്പിക്കാൻ ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ ഈ വർഷമെന്നല്ല, ഈ പുതിയ സമിതി തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം ഫിനാൻസ് കമ്മിറ്റിക്ക് മൊത്തമായിട്ടും അതുപോലെ തന്നെ സെക്രട്ടറിയാണ് അതിൻ്റെ പ്രധാനമായിട്ടുള്ള ഒരു ചിന്താഗതി കൊടുത്തത് എന്നും എനിക്ക് തോന്നുന്നു. ഫീൽ ചെയ്ത ഒരു സംഗതി, ഈ കണക്കിന് നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മുടെ സഭയുടെ സോഷ്യൽ വിറ്റ്നസ് ഒരു കാലത്തും നമുക്ക് കൃത്യമായിട്ട് വേണ്ട വിധത്തിൽ ചെയ്യാനായിട്ട് സാധിക്കില്ല എന്നൊരു ഫീലിംഗ് ഉണ്ടായി. അപ്പോൾ അതുകൊണ്ട് ഒരു വലിയ എടുത്തുചാട്ടം നമ്മൾ നടത്തിയേ മതിയാവൂ എന്നുള്ള ഒരു സ്റ്റേജ് വന്നു. അപ്പോഴാണ് ഇരട്ടിയിലധികമാകുന്ന വിധം 1.25 കോടിയിൽ നിന്ന് 3 കോടിയായിട്ട് നമ്മൾ ടാർഗറ്റ് വർദ്ധിപ്പിക്കാനായിട്ട് തയ്യാറായി. അതിന് വളരെ സിമ്പിളായിട്ടുള്ള ഒരു സജഷൻ മാത്രമേ ചെയ്തുള്ളൂ. ഇന്ത്യയിലുള്ള എല്ലാ പള്ളികൾക്കും ടാർഗറ്റ് നിശ്ചയിച്ചു. ഒരു കുടുംബത്തിന് ഒരു ദിവസത്തെ വരുമാനം എന്നുള്ളതാണ് നമ്മൾ പണ്ട് മുതലേ അംഗീകരിച്ചിരുന്നതായിട്ടുള്ള ഒരു അടിസ്ഥാന തത്വം. അതിൽ നിന്ന് പിന്മാറാതെ അതിനെ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ, എന്നാൽ മിനിമം ഒരു കുടുംബത്തിൽ നിന്ന് 100 രൂപയെങ്കിലും തീർച്ചയായിട്ടും സഭയ്ക്ക് ഈ വർഷം നൽകിയിരിക്കണം എന്നൊരു തത്വം അംഗീകരിക്കുക. അത് ഇന്ത്യക്കകത്ത്, ഇന്ത്യക്ക് പുറത്ത് ഒരു കുടുംബത്തിന് 1000 രൂപയെങ്കിലും എന്നുള്ള കണക്കിന് നിശ്ചയിക്കുകയും ചെയ്തു. ആ കണക്കിന് ടാർഗറ്റ് നിശ്ചയിച്ചപ്പോൾ നമുക്ക് 3 കോടിയിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിച്ചു. അത് പിന്നീട് പിന്നാലെ നടന്ന് ഫോളോ അപ്പ് ചെയ്യുകയും ഞങ്ങളെല്ലാവരും പ്രധാനമായിട്ടും സെക്രട്ടറിയും പള്ളികളിൽ ഫോൺ ചെയ്യുകയും പറയുകയും അച്ഛന്മാരെ അതിന് വേണ്ടിയിട്ട് തയ്യാറാക്കുകയും മെത്രാപ്പൊലീത്തന്മാരോട് വീണ്ടും പള്ളികളെ അറിയിക്കണമെന്ന് ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്ത് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് അതിനെ കൊണ്ടുവന്നു. അതിനുശേഷം കാതോലിക്ക ദിനപ്പിരിവ് ഭദ്രാസനങ്ങളിൽ പോയി സ്വീകരിക്കാനായിട്ടിടയായി. ആദ്യമെല്ലാം വലിയ എൻകറേജ്മെൻ്റാണ് അതിന് ലഭിച്ചത്. മലബാർ ഭദ്രാസനത്തിൽ നിന്നാണ് തുടങ്ങിയത്. മലബാർ ഭദ്രാസനത്തിന് കൊടുത്ത ടാർഗറ്റിൽ കവിഞ്ഞ് അവർക്ക് കളക്ട് ചെയ്യാനായിട്ട് സാധിച്ചു. അതുപോലെ തന്നെ സുൽത്താൻ ബത്തേരി ഭദ്രാസനം ടാർഗറ്റിൽ അന്ന് കിട്ടിയപ്പോൾ ഒരല്പം കുറവായിരുന്നുവെങ്കിൽ അവിടെ കൂടിയിരുന്ന അച്ഛന്മാർ അന്ന് തന്നെ പറഞ്ഞു, പല സ്ഥലത്തു നിന്നുള്ള പിരിവുകൾ ഇനിയും വരാനുണ്ട്, അതുകൊണ്ട് ഇത് ഇവിടെയും ടാർഗറ്റ് കവിയുമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ വടക്കുള്ള എല്ലാ ഭദ്രാസനങ്ങളും, കണ്ടനാട് ഈസ്റ്റ്, വെസ്റ്റ്, അങ്കമാലി, കൊച്ചി ഭദ്രാസനം 1 ലക്ഷത്തിലധികം രൂപ ടാർഗറ്റിനേക്കാൾ കവിഞ്ഞ് പിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. തെക്കൻ ഭദ്രാസനങ്ങളിലേക്ക് അത് തുടങ്ങുന്ന അവസ്ഥയിലാണ് ഞാൻ പോകുന്നത്. അവിടെ ചില ഭദ്രാസനങ്ങളിൽ അല്പം ടാർഗറ്റിന് പിന്നിൽ നിൽക്കുന്നുവെങ്കിലും അവരും ഈ പറഞ്ഞ പോലെ പല പള്ളികളും ഇനിയും പിരിവ് തരാനുണ്ട്, അത് വർദ്ധിപ്പിച്ച് പൂർത്തീകരിച്ചു കൊള്ളാമെന്നുള്ള ഒരു വാഗ്ദാനം ഇതുവരെ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ പ്രതീക്ഷ ഈ 3 കോടിയിൽ ഈ വർഷം എത്തിച്ചേരും എന്നുള്ളതാണ്. അത് 2012 കാതോലിക്കേറ്റ് സ്ഥാപനത്തിൻ്റെ 100-ാം വർഷം നമ്മൾ ആഘോഷിക്കുമ്പോഴേക്കും ഏറ്റവും കുറഞ്ഞത് കാതോലിക്ക ദിനപ്പിരിവ് 5 കോടിയെങ്കിലുമായിട്ട് വർദ്ധിപ്പിക്കണം എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അതിന് പ്രധാനമായിട്ടും ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് നടത്താനായിട്ട് ആഗ്രഹിക്കുന്നത്. നമ്മുടെ സോഷ്യൽ വിറ്റ്നസ്, സഭയുടെ സോഷ്യൽ വിറ്റ്നസ് വേണ്ട വിധത്തിൽ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണം. അതിന് ഒന്നാമത് ഭവനദാനം. 2012 ആകുമ്പോഴേക്കും നമ്മുടെ സഭയിൽ പ്രത്യേകിച്ച് ഒരു കുടുംബത്തിനും ഭവനമില്ലാത്ത അവസ്ഥ ഉണ്ടാകരുത് എന്നുള്ള ഒരു ലക്ഷ്യം നമുക്കുണ്ട്. അപ്പോൾ ആ ഭവനദാനത്തിന് ഈ പ്രാവശ്യം വീടുകളെ കാതോലിക്ക ദിനപ്പിരിവിൽ നിന്ന് മാറ്റിവെക്കുന്ന തുക കൂടാതെ
വീടുകൾ ഓരോരുത്തർക്ക് സ്പോൺസർ ചെയ്യാനായിട്ടുള്ളതായ സാധ്യത നമ്മൾ കൊടുക്കുന്നുണ്ട്. 75,000 രൂപ എന്നാണ് ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നത്. ഒരാൾക്ക് വേറൊരാളുടെ വീട് സ്പോൺസർ ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ സ്പോൺസേഴ്സിനെ കണ്ടുപിടിക്കുക എന്നൊരു ലക്ഷ്യമുണ്ട്. അതുപോലെ തന്നെ വൈദികരുടെ ക്ഷേമം വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. വൈദികർക്കുള്ളതായ ഇൻഷുറൻസ്, രോഗികളായിരിക്കുന്നവർ, ആക്സിഡൻ്റ് ഉണ്ടാകുന്നതായ വൈദികർ, അവർക്കുള്ള ഇൻഷുറൻസിന് വേണ്ടിയിട്ട് 10 ലക്ഷം രൂപ മാറ്റിവെച്ചിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഇൻഷുറൻസ് 50,000 രൂപയുടെ ഇൻഷുറൻസ് മാത്രമേ ഉള്ളൂ. അതുകൂടാതെ അതിനേക്കാളെല്ലാം കൂടുതൽ ഇപ്പം വൈദികർ കിഡ്നി റീപ്ലാന്റ് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടുള്ളവരൊക്കെ ഉണ്ട്. അതുപോലെയുള്ള ആവശ്യങ്ങൾ വരുമ്പോൾ കൂടുതൽ തുക അവർക്ക് കൊടുക്കുവാൻ തക്കവണ്ണം ഏതാണ്ട് ഒരു 40 ലക്ഷം രൂപയോളം പിന്നെയും വൈദികരുടെ ക്ഷേമനിധിക്കായിട്ട് മാറ്റിവെക്കണം. പിന്നെ വിവാഹ സഹായം, ചികിത്സാ സഹായം, നമ്മുടെ നാട്ടിലെ ഇൻഷുറൻസ് പദ്ധതികളെല്ലാം ആയി വരുന്നതേ ഉള്ളൂ. ഇൻഷുറൻസ് പദ്ധതികൾ ഉണ്ടെങ്കിൽ തന്നെയും അതിലൊന്നും ചേരാൻ നിവൃത്തിയില്ലാത്ത സാധാരണക്കാരായ മനുഷ്യർ ധാരാളം വസിക്കുന്നു. അതേസമയം ഒരാശുപത്രിയിൽ നിന്ന് നമ്മുടെ നാട്ടിൽ പോയി കിടന്നാൽ ഇറങ്ങിപ്പോരാൻ പലർക്കും സാധിക്കാത്ത അവസ്ഥ വരെ വരുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവരെ, രോഗികളെ വേണ്ട വിധത്തിൽ കെയർ ചെയ്യുക. ജാതി മത ഭേദമന്യേ നമ്മുടെ സഭയുടെ അംഗമാണോ അല്ലയോ എന്ന് നോക്കാതെ ഈ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം നൽകി പ്രവർത്തിക്കുക എന്നുള്ളതാണ്. കേസിന് വേണ്ടിയിട്ട് കാതോലിക്ക ദിനപ്പിരിവിൽ നിന്ന് ഒരു കാശും നമ്മൾ വിനിയോഗിക്കുന്നില്ല. അതിന് വേണ്ടിയിട്ടൊന്നും ബഡ്ജറ്റ് ചെയ്തിട്ടില്ല. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ ആത്മീയ സംഘടനകളുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള ഗ്രാൻറ്റുകളുണ്ട്. 2 വൈദിക സെമിനാരികളാണ് നമുക്കുള്ളത്. ഈ വൈദിക സെമിനാരികൾക്ക് ഓരോന്നിനും ഒരു തുക കാതോലിക്ക ദിനപ്പിരിവിൽ നിന്ന് മാറ്റിവെക്കുന്നുണ്ട്. ഇതിനെല്ലാം വേണ്ടിയിട്ടാണ് കാതോലിക്ക ദിനപ്പിരിവ് ഉപയോഗിക്കുന്നത്. ഇപ്പം അച്ഛൻ പറഞ്ഞ ഈ 2012 ആകുമ്പോൾ നമ്മുടെ ഒരു ഫാമിലിക്കും വീടില്ലാതെ വരുന്നു. അപ്പം എന്താണ് നമ്മുടെ അതിൻ്റെ ക്രൈറ്റീരിയ? എങ്ങനെയാണ് നമ്മളത് ഡിഫൈൻ ചെയ്യുന്നത്? ആർക്കാ ഈ വീടില്ല എന്ന് പറയുന്നത്? ആർക്ക് വീടില്ല എന്നുള്ള അത് പ്രധാനമായിട്ടും നമ്മൾ ഊന്നൽ കൊടുക്കുന്നത് ശ്രീപാദാസ സമൂഹത്തിലെ അംഗങ്ങൾക്കായിരിക്കും. അതായത് വളരെ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ആളുകളാണ്. അപ്പോൾ അത് ഇടവകകളിൽ നിന്ന് വികാരിമാർ മുഖാന്തരം അപേക്ഷകൾ സ്വീകരിച്ച് അതിൻ്റെ കാര്യങ്ങൾ പഠിച്ചതിന് ശേഷം അർഹരായവർക്ക് വീടുകൾ നൽകുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതായത് സ്വന്തമായിട്ട് സ്ഥലമുണ്ട്, അതേസമയം വീട് വയ്ക്കാനായിട്ടുള്ള സാധ്യതയില്ല. അങ്ങനെ ഇരിക്കുന്നവർക്ക് 75,000 രൂപ അവരെയും നമ്മൾ സഭയിൽ നിന്ന് കൊടുക്കുകയും ബാക്കിയുള്ളത് എന്തെങ്കിലും ആവശ്യം വന്നാൽ അവർ സ്വന്തം കയ്യിൽ നിന്നെടുത്ത് പണിയുകയും ചെയ്തൊക്കെ രീതിയിലുള്ള ഒരു ക്രമീകരണമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മൾ എല്ലാ വർഷവും നമ്മളിങ്ങനെ വീട് പണിതുകൊണ്ടേയിരിക്കും, എന്നിട്ട് 2012 ആകുമ്പം അത് കംപ്ലീറ്റ് ചെയ്യുന്നു. അതെ, ഓക്കെ. അതേപോലെ ഈ അച്ഛന്മാരുടെ ഈ ഇൻഷുറൻസിൻ്റെ കാര്യം പറഞ്ഞല്ലോ, അതും ഇതുപോലെ ആയിരിക്കും ഇനി എല്ലാ വർഷവും ഈ കാതോലിക്ക ദിനത്തിൻ്റെ ഇതിൽ നിന്ന് ഒരു തുക അതിന് വേണ്ടിയിട്ട് മാറ്റിവെക്കുന്നു. അച്ഛന്മാരുടെ ഇൻഷുറൻസ് ഇപ്പോൾ അത് വൈദികരുടേത് മാത്രമേ കവർ ചെയ്യുന്നുള്ളൂ. അവരുടെ ആശ്രിതരെന്ന് പറഞ്ഞാൽ അവരുടെ ഫാമിലിക്ക് അത് ഇപ്പോൾ നമ്മൾ കവർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. പക്ഷേ വരും വർഷങ്ങളിൽ നമ്മൾ ഒരു വർഷം അത് നടത്തി നോക്കിയതിന് ശേഷം എത്രമാത്രം ഭംഗിയായിട്ട് പോകുന്നു എന്നുള്ളത് കണ്ടതിന് ശേഷം വരും വർഷങ്ങളിൽ അവരുടെ കുടുംബാംഗങ്ങളെയും കൂടെ ഉൾപ്പെടുത്തി ഇൻഷുറൻസ് പദ്ധതി ആവിഷ്കരിക്കാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ വീടിൻ്റെ ഇതിലേക്ക് ഞാൻ പിന്നെയും പോവുകയാണ്. അപ്പം എനിക്ക് അറിയുന്ന ആരെങ്കിലും ഉണ്ട് ഇങ്ങനെ വീടില്ലാതെ കഷ്ടപ്പെടുന്നവരാണ്, നമ്മൾ ആരോടാണ് ഈ കാര്യം പറയേണ്ടത്? കാതോലിക്ക ബാബ തിരുമേനിയുടെ പേരിൽ ഒരു അപേക്ഷ അയക്കുക ദേവലോകത്തേക്ക്, കാതോലിക്കേറ്റ് ഓഫീസിലേക്ക്. സെക്രട്ടറിയുടെ പേരിൽ അയച്ചാലും മതിയായിരിക്കാം. അത് അയച്ചാൽ മതി. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളൊന്ന് ഫോളോ അപ്പ് ചെയ്യേണ്ടി വരുമായിരിക്കും. ഈ വർഷത്തെ പദ്ധതി ആക്റ്റീവായിട്ട് തുടങ്ങുന്നതേ ഉള്ളൂ. എന്നാലും ഇപ്പോൾ മുതലേ അപേക്ഷകൾ അയക്കുന്നതിന് യാതൊരു വിരോധവുമില്ല. ഇത് വളരെ നല്ല കാര്യമാണ്. ഇത് എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് പറയുന്നത് ജനങ്ങളുടെ ഇടയിൽ പോകുമ്പോൾ എനിക്ക് തോന്നുന്നത് അത് തന്നെ ഒരു വലിയൊരു കാര്യമായിരിക്കും. ഇതിൻ്റെ ഇത്രയും ഒരു കളക്ഷൻ കൂടാനുള്ള, പ്രത്യേകിച്ച് ഞങ്ങളുടെ ഇവിടെ ചിലവരൊക്കെ കൊടുക്കാതിരിക്കുന്നവരുണ്ട് ഈ ഒരു തെറ്റിദ്ധാരണയുടെ ബേസിസ്. പക്ഷേ ഈ വർഷം അത് വന്നപ്പം അവരെല്ലാം സഹകരിക്കാൻ തുടങ്ങി. അപ്പോൾ ഈ കൊടുത്തവരോട് നമ്മൾ എങ്ങനെയാണ് ഒരു ഫോളോ അപ്പ് ചെയ്യുന്നത്? അതായത് ഈ 3 കോടി കിട്ടി, ഞങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്തു എന്ന് പറയാൻ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ഫോളോ അപ്പ് ഈ ആൾക്കാരോട്. ഏതാൾക്കാരോട്? ഈ പിരിവ് തന്ന ജനങ്ങളോട്. അതായത് എല്ലാവരോടും കൂടി കോമൺ ആയിട്ട് നമ്മൾ എല്ലാ വർഷവും ഇതിന്റെ റിപ്പോർട്ട് പ്രിന്റ് ചെയ്ത് പള്ളികൾക്ക് അയച്ചു കൊടുക്കുന്നുണ്ട്. അത് ഇൻഡിവിജ്വൽസിന് അയച്ചു കൊടുക്കുന്നില്ല. അതാത് ഇടവകയിലെ വികാരിമാർ അത് ജനങ്ങളെ പറഞ്ഞു മനസ്സിലാക്കാൻ ബാധ്യസ്ഥരാണ് എന്നുള്ളതാണ്. ഇതിൻ്റെ വളരെ സുതാര്യമായിട്ട് തന്നെയാണ് നമ്മുടെ കണക്കുകളെല്ലാം പോകുന്നത്. കൃത്യമായിട്ട് ഈ കണക്കുകളെല്ലാം ഓഡിറ്റ് ചെയ്യുന്നുണ്ട്. ഓഡിറ്റ് ചെയ്ത് കാതോലിക്ക ദിനപ്പിരിവിൻ്റെ കണക്കുകളെല്ലാം കാതോലിക്ക ദിനത്തോടനുബന്ധിച്ച് വരുന്നതായ റിപ്പോർട്ട് ബുക്കിൽ നമ്മൾ പബ്ലിഷ് ചെയ്യുന്നു. ബാക്കിയുള്ളത് മാനേജിംഗ് കമ്മിറ്റി മെമ്പേഴ്സിനെല്ലാം കിട്ടാൻ പാകത്തിന് സഭയുടെ സകല പ്രസ്ഥാനങ്ങളുടെയും കണക്ക്
നമ്മൾ ഓഡിറ്റ് ചെയ്ത് പബ്ലിഷ് ചെയ്യുന്നു. ഓക്കെ. ഈയിടെ ഞാൻ നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ വെബ്സൈറ്റിൽ വളരെ നല്ലൊരു വെബ്സൈറ്റ് നമുക്കുണ്ട്, മാത്യു കോശി അച്ഛനെയും ടീമിനെയും അതിന് കൺഗ്രാജുലേറ്റ് ചെയ്യുന്നു. അതിൽ ഈയിടെ വായിച്ചൊരു ന്യൂസ് 166 കോടിയുടെ ബഡ്ജറ്റ് പാസ്സാക്കിയെന്ന്. അതെന്ന് പറഞ്ഞാൽ എന്താണത്? സഭയുടെ ബഡ്ജറ്റിനെ അല്ലെങ്കിൽ കണക്കുകളെ മുഴുവനും പല ഷെഡ്യൂളുകളായിട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ട്. എ ഷെഡ്യൂൾ, ബി ഷെഡ്യൂൾ, സി ഷെഡ്യൂൾ, ഡി ഷെഡ്യൂൾ എന്ന് പറയുന്നത് 4 ഷെഡ്യൂളുകളാണെന്നാണ് എൻ്റെ വിചാരം. അതിൽ എ ഷെഡ്യൂളിൽ പെടുന്ന സ്ഥാപനങ്ങളുടെ മുഴുവൻ കണക്കുകളും മാനേജിംഗ് കമ്മിറ്റിക്ക് നേരിട്ട് നിയന്ത്രണമുള്ളതാണ്. അതിൽ വരുന്ന ഇപ്പോൾ ചില ഉദാഹരണങ്ങൾ പറയാം. ഉദാഹരണം പറഞ്ഞാൽ പഴയ സെമിനാരിയുടെ കണക്ക്, തിയോളജിക്കൽ സെമിനാരി അല്ല, പഴയ സെമിനാരി എന്ന് പറയുന്ന സ്ഥാപനത്തിന് വരുമാനവും അവിടെ റബ്ബർ കൃഷിയൊക്കെ ഉണ്ട്. പഴയ സെമിനാരിയുടെ കണക്കുകൾ, അതുപോലെ തന്നെ സഭയിൽ നടത്തുന്ന ബസേലിയോസ് പബ്ലിക് സ്കൂളിൻ്റെ കണക്കുകൾ, പീരിമേഡ് എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ കണക്കുകൾ, അതുപോലെ വരുന്ന ഏതാണ്ട് 32 സ്ഥാപനങ്ങളോളം അല്ലെങ്കിൽ പ്രവർത്തനങ്ങളോളം ഉണ്ട്. അത് എ ഷെഡ്യൂളിൽ വരുന്നതാണ്. അതിൻ്റെ എല്ലാം കണക്ക് മാനേജിംഗ് കമ്മിറ്റിക്ക് നേരിട്ട് ചോദ്യം ചെയ്യാവുന്ന കണക്കുകളാണ്. ബി ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ പരിശുദ്ധ എപ്പിസ്കോപ്പൽ സിനോദോസിൻ്റെ കീഴിൽ വരുന്ന പ്രവർത്തനങ്ങളാണ്. അതിൽ വരുന്ന എല്ലാ കാര്യങ്ങളും എപ്പിസ്കോപ്പൽ സിനോദോസിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും അവർ അത് പാസ്സാക്കുകയും ചെയ്യണം. എ ഷെഡ്യൂളിൽ പെടുന്നതെല്ലാം മാനേജിംഗ് കമ്മിറ്റി പാസ്സാക്കണം. ബി ഷെഡ്യൂളിൽ പെടുന്നതെല്ലാം പരിശുദ്ധ സിനോദോസ് പാസ്സാക്കണം. ഡി ഷെഡ്യൂളിൽ പെടുന്നതെന്ന് പറഞ്ഞാൽ ഭദ്രാസനങ്ങളുടെ കണക്കുകളാണ്. ഭദ്രാസനങ്ങളുടെ കണക്കുകൾ മാനേജിംഗ് കമ്മിറ്റിയുടെ അറിവിന് വേണ്ടി നമ്മൾ പബ്ലിഷ് ചെയ്യുന്നു എന്നോ അല്ലെങ്കിൽ സഭയുടെ മൊത്തം ബഡ്ജറ്റിൻ്റെ അകത്ത് അത് പെടുത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ നിയന്ത്രണങ്ങൾ മുഴുവനും ഭദ്രാസന ലെവലിൽ തന്നെയാണ് നടക്കുന്നത്. അതുപോലെ തന്നെ ഭദ്രാസനത്തിൻ്റെ സ്ഥാപനങ്ങളുണ്ട്. ആ ഭദ്രാസനത്തിൻ്റെ സ്ഥാപനങ്ങളും എല്ലാം അതാത് സ്ഥലങ്ങളിൽ നമ്മൾ ഓഡിറ്റ് ചെയ്ത് മെത്രാപ്പൊലീത്തന്മാരുടെ നിയന്ത്രണത്തിലും മേൽനോട്ടത്തിലും കണക്കുകളും ബഡ്ജറ്റും എല്ലാം പോവുക ചെയ്യുന്നത്. ഇതെല്ലാം കൂടെ കൂടിയിട്ടാണ് ഈ പറയുന്ന 166 കോടി രൂപയുടെ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. അതിനെല്ലാം സഭയുടെ തന്നെതാണ്. പക്ഷേങ്കിൽ മാനേജിംഗ് കമ്മിറ്റിക്കോ അല്ലെങ്കിൽ പരിശുദ്ധ ബാവാ തിരുമേനിക്കോ നേരിട്ട് ഓരോന്നിൻ്റെ മേലും നിയന്ത്രണമുള്ളതല്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പം അതേപോലെ ഈ കണക്കുകളെല്ലാം ഈ കാതോലിക്കേറ്റ് അരമനയിൽ ആണോ ഇതിൻ്റെ മെയിൻ കൺട്രോൾ ഇരിക്കുന്നത്? അവിടുത്തെ സ്ട്രക്ചർ എങ്ങനെയാണ്? എ ഷെഡ്യൂൾ എന്ന് പറയുന്ന വിഭാഗം എല്ലാം കാതോലിക്കേറ്റ് അരമനയിലല്ല. കാതോലിക്കേറ്റ് അരമനയിൽ നിന്ന് നേരിട്ട് നിയന്ത്രിക്കുന്നതുണ്ട്. പക്ഷേ ബാക്കിയുള്ളത് ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ പരിമല സെമിനാരിയുടെ കണക്കുകൾ മുഴുവനായിട്ട് പരിമലയിൽ തന്നെയാണ് അത് കണക്കുകൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. പക്ഷേ ഓഡിറ്റ് ചെയ്ത് അത് ദേവലോകത്തേക്ക് വരുന്നു എന്നുള്ളതുള്ളൂ. പഴയ സെമിനാരിയുടേതാണെങ്കിലും പഴയ സെമിനാരിക്ക് ഒരു മാനേജറുണ്ട്. ഞാൻ മാനേജറാണ് അതിൻ്റെ കണക്കുകൾ മുഴുവനും ഹാൻഡിൽ ചെയ്യുന്നത്. ഇപ്പം ബാബാ തിരുമേനിക്ക് അത് ഏത് സമയത്ത് വേണമെങ്കിലും ചോദിക്കുകയും പരിശോധിക്കുകയും ഒക്കെ ചെയ്യാനായിട്ടുള്ളതായ അവകാശമുണ്ട്. അത് ഓഡിറ്റ് ചെയ്തതിന് ശേഷമാണ് ഇതെല്ലാം കൂടെ ദേവലോകത്ത് വന്ന് കൺസോൾട്ടേറ്റ് ചെയ്തൊക്കെ ചെയ്യുന്ന ഒരു സംവിധാനം അവിടെയുള്ളത്. അതേസമയം കാതോലിക്ക അതിനെ പിരിവിൻ്റേത് കാതോലിക്കേറ്റ് ഓഫീസിൽ നിന്ന് നേരിട്ടാണ് നിയന്ത്രിക്കുന്നത്. അതുപോലെ തന്നെ ഏതാനും ചില അക്കൗണ്ടുകൾ, വൈദിക ക്ഷേമനിധി എന്ന് പറയുന്നത് കാതോലിക്കേറ്റ് ഓഫീസിൽ നിന്നാണ് നേരിട്ട് നിയന്ത്രിക്കുന്നത്. ബാക്കിയെല്ലാം അതാത് സ്ഥാപനങ്ങളിൽ തന്നെ അതിൻ്റെ കണക്ക് എഴുതുകയും അതിൻ്റെ കണക്ക് എഴുതിയതിന് ശേഷം ഓഡിറ്റ് ചെയ്ത് ഓഡിറ്ററെ കൊണ്ട് ഓഡിറ്റ് ചെയ്യിച്ച്, അതായത് സഭയുടെ ഓഡിറ്ററുണ്ട്, ഓഡിറ്ററെ കൊണ്ട് ഓഡിറ്റ് ചെയ്യിച്ച് അത് ദേവലോകത്ത് വരുത്തി അത് പബ്ലിഷ് ചെയ്ത് എല്ലാവർക്കും കൊടുക്കുകയും ചെയ്യുന്ന ഒരു പതിവാണ്. ഇപ്പോൾ ഈ നമ്മുടെ ഈ ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണെങ്കിൽ തന്നെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇത് പല സ്ഥലങ്ങളിൽ പല വിധത്തിൽ നടക്കുന്നു. ഫോർ എക്സാമ്പിൾ ഇപ്പം ഈ മെഡിക്കൽ അസിസ്റ്റൻസിൻ്റെ ആണെങ്കിലും മിഷൻ ബോർഡിൻ്റെ ഇതിൽ കുറേ വരുന്നുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് യൂണിഫൈ ചെയ്യുന്നത് എപ്പോഴും അത് യൂണിഫൈ ചെയ്യാൻ അത്ര എളുപ്പമുള്ള ഒരു സംഗതിയല്ല. കാരണം മിഷൻ ബോർഡിന് അവരുടേതായിട്ടൊരു കാഴ്ചപ്പാടുണ്ട്, അവരുടേതായിട്ടുള്ള ഒരു ഫണ്ടുണ്ട്. അവർ അത് ആ ഒരു വശത്തുകൂടെ നടത്തുന്നു. അതിനെ നമ്മൾ നിയന്ത്രിക്കേണ്ട ആവശ്യവുമില്ല. അത് നല്ല പ്രവർത്തനങ്ങൾ അത് നടക്കുന്നതിന് നമ്മൾ അനുവദിക്കുന്നത് തന്നെയാണ് നല്ലത്. ഭവനദാനം ഇപ്പോൾ മുഴുവനായിട്ടും എനിക്ക് തോന്നുന്നില്ല മിഷൻ ബോർഡ് ഭവനദാനത്തിൻ്റേത് ഏറ്റെടുക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനൊരു സെപ്പറേറ്റ് കമ്മിറ്റിയുണ്ട്. മാനേജിംഗ് കമ്മിറ്റിയുടെ ഒരു ഉപസമിതി, ഒരു സബ് കമ്മിറ്റി ഭവനദാനത്തിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഉപസമിതികൾ ഉള്ള പ്രവർത്തനങ്ങളൊന്നും പിന്നെ മിഷൻ ബോർഡ് രണ്ടാമത് കൂടുതലായിട്ട് ഏറ്റെടുത്ത് ചെയ്യുന്നുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. ഈ വീടിൻ്റെ ആണെങ്കിലും ഇപ്പം മലബാർ ഡയസിൻ്റെ ഒരു 500 വീടിൻ്റെ ഒരു പ്രോജക്റ്റ് അത് കണ്ടേക്കാം. തിരുമേനിമാര് തന്നെ ചില പ്രോജക്റ്റുകൾ ഒരു പക്ഷേ ആസൂത്രണം ചെയ്യുന്നുണ്ടായിരിക്കാം. അതിന് ഒരു പ്രത്യേക നിയന്ത്രണമൊന്നും നമ്മൾ ഏർപ്പെടുത്തിയിട്ടില്ല. നല്ല പ്രവർത്തനങ്ങൾ നടക്കട്ടെ എന്ന് വിചാരിക്കുന്നു എന്ന് മാത്രം. നിയന്ത്രണങ്ങളല്ല, ഇപ്പം പ്രത്യേകിച്ച് ഇപ്പം മിഷൻ ബോർഡിൻ്റെ ഇതെടുക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ ഒത്തിരി നല്ല ഈ
ഓർഫനേജസ്, ഓൾഡ് ഏജ് ഹോംസ്, അങ്ങനത്തെ ഓരോന്നൊക്കെയുണ്ട്. അപ്പം ഇവരെല്ലാവരും ഈ ചെന്ന് ആൾക്കാരുടെ ഇടയിൽ പിരിക്കാൻ ചെല്ലുമ്പോഴത്തേക്കും അവർക്ക് ഒത്തിരി സമയം അതിനായിട്ട് പോകുന്നു. അപ്പം നമുക്കൊരു മെയിൻ ഫണ്ടിൽ നിന്ന് ഇവരെല്ലാം സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ലേ എന്നുള്ള ഒരു അങ്ങനെ ഒരു കൺസോൾട്ടേഷൻ അല്ലെങ്കിൽ ഒരു 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 കളക്റ്റീവായിട്ടുള്ള എഫേർട്ട് ഉണ്ടാവുകയാണെങ്കിൽ നല്ലതാണ്. അതിന് സഭ ഒരുങ്ങുന്നത് നല്ലതായിരിക്കും. പക്ഷെ ഇപ്പോൾ ഏതായാലും അങ്ങനെ ഒരു 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 അവസ്ഥ ഇല്ല. ഇതേപോലെ ഈ കാതോലിക്ക ദിനത്തിൻ്റെ അച്ഛൻ പറഞ്ഞ ഈ സ്പിരിച്വൽ ഓർഗനൈസേഷൻസ്, അതിൻ്റെ ഒരു കുറച്ച് ഡീറ്റെയിൽസ് നമ്മൾ. സ്പിരിച്വൽ ഓർഗനൈസേഷൻസ് എല്ലാം പ്രവർത്തിക്കുന്നത് ഓരോ മെത്രാപ്പൊലിത്തന്മാരുടെ കീഴിലാണ്. പരിശുദ്ധ സുന്നോദോസാണ് ഏതൊക്കെ മെത്രാപ്പൊലിത്തന്മാർ ഏതൊക്കെ ഓർഗനൈസേഷൻ്റെ തലപ്പത്തിരിക്കണമെന്നുള്ളത് നിശ്ചയിക്കുന്നത്. അതിനുശേഷം അവർ സെക്രട്ടറിമാരെ നോമിനേറ്റ് ചെയ്യുന്നു. ആ സെക്രട്ടറിമാരുടെയും പ്രസിഡൻറ്റിൻ്റെയും നേതൃത്വത്തിൽ അതിന് കമ്മിറ്റികളുണ്ട്. സെൻട്രൽ കമ്മിറ്റിയുണ്ട്, ഭദ്രാസന തലങ്ങളിൽ ഭദ്രാസന സെക്രട്ടറിമാരുണ്ട്. അവരെല്ലാവരും കൂടി അതിൻ്റെ കാര്യങ്ങൾ ആസൂത്രണം ചെയ്ത് നടത്തുന്നു. അതിന് കേന്ദ്രത്തിൽ നിന്ന്, സഭയിൽ നിന്ന് ഒരു ഗ്രാൻറ്റ് എല്ലാ വർഷവും ഇതിൻ്റെ നടത്തിപ്പിനായിട്ട് കൊടുക്കുന്നു എന്നുള്ളത് മാത്രമേ. അതിനുശേഷം ആ ഗ്രാൻറ്റും കൂടെ ഉൾപ്പെടുത്തി അവരവരുടേതായിട്ടുള്ള അക്കൗണ്ട്സ്, അവർക്ക് വേറെ വരുമാനങ്ങളുണ്ടാകും, രജിസ്ട്രേഷനായിട്ടോ അല്ലെങ്കിൽ മെമ്പർഷിപ്പ് ഫീ ആയിട്ടോ ഒക്കെ അവർ പിരിക്കുന്ന തുകകളൊക്കെ ഉണ്ടാകും. അതെല്ലാം കൂടെ കൂട്ടി അതിൻ്റെ കണക്കുകൾ അവർ വീണ്ടും കേന്ദ്രത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. അതുപോലെ തന്നെ ബഡ്ജറ്റും കേന്ദ്രത്തിൽ പ്രൊഡ്യൂസ് ചെയ്യണം. ഇപ്പോൾ ഈ നമ്മുടെ സഭയുടെ ഒത്തിരി സ്കൂളുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അവിടെ ഈ പാവപ്പെട്ടവരെ ഫ്രീ ആയിട്ട് പഠിപ്പിക്കാനുള്ള അങ്ങനത്തെ ഒരു ഇതൊക്കെ നമുക്കുണ്ടോ? MD സ്കൂൾസിൻ്റെ അകത്ത് പാവപ്പെട്ടവരെ ഫ്രീ ആയിട്ട് പഠിപ്പിക്കാൻ ഉള്ള പദ്ധതി ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഏതായിരുന്നാലും പരിമലയിൽ നിന്ന് ഒരു വർഷം ഒരു നിശ്ചിത തുക ചികിത്സാ സഹായത്തിനായിട്ടും വിദ്യാഭ്യാസ സഹായത്തിനായിട്ടും നീക്കിവെക്കുന്നുണ്ട്. അതിൽ നിന്ന് നമ്മൾ റെഗുലറായിട്ട് എല്ലാ മാസവും അപേക്ഷകൾ ലഭിക്കുന്നതിനനുസരിച്ച് വിദ്യാഭ്യാസത്തിനും ചികിത്സയ്ക്കും സഹായങ്ങൾ കൊടുത്തുകൊണ്ടാണ് ഇരിക്കുന്നത്. അതും ഈ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സബ്മിറ്റ് അത് ബാബാതിരുമേനിയുടെ പേരിൽ അപേക്ഷ അയച്ചാൽ മതി. അതവിടെ വരും. ഓരോ മാസവും ഞങ്ങൾ ഒരു കമ്മിറ്റിയുണ്ട്, ഒരു ഡോക്ടറുണ്ട് അതിൻ്റെ അകത്ത്, പിന്നെ സ്ഥാനികൾ 2 ട്രസ്റ്റിമാരും, ബാബാതിരുമേനിക്ക് വേണ്ടി ബാബായുടെ സെക്രട്ടറിയും അതുപോലെ തന്നെ അസോസിയേഷൻ സെക്രട്ടറിയും എല്ലാം കൂടി ഒരു കമ്മിറ്റി ഓരോ മാസവും കൂടി അതുവരെ ലഭിച്ചിട്ടുള്ളതായ എല്ലാ അപേക്ഷകളും പരിഗണിച്ച് അതിന് ഓരോന്നിനും തുക കൊടുക്കാനായിട്ട് റെക്കമെൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം അച്ഛനിപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് സത്യത്തിൽ നമ്മളിതെല്ലാം കൂടി കണക്ക് കൂട്ടി നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സഭ ഒത്തിരി നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് ജനങ്ങൾക്ക് അറിയോ എന്നുള്ളതിൽ എനിക്ക് ഒരു സംശയമുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ജനങ്ങളുടെ ഇടയിൽ ഇത് നമ്മുടെ സഭ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ അത് ആൾക്കാരെ പറഞ്ഞ് മനസ്സിലാക്കാൻ നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മൾ പിന്നെ മലങ്കര സഭാ പത്രിക എന്ന് പറയുന്ന 2 പബ്ലിക്കേഷൻസ് നമുക്കുണ്ട്. അതിൻ്റെ അകത്ത് ഇതിനെക്കുറിച്ചെല്ലാം പറയാറുണ്ട്. പക്ഷേ അത് ഒരുപക്ഷെ എല്ലാവരും വായിക്കുന്നില്ലായിരിക്കാം. ഒരു പരിധിവരെ ജനങ്ങൾ ഒരുപക്ഷെ വായിക്കുന്നുള്ളായിരിക്കാം. പിന്നെ നമ്മുടെ പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ഒന്നും കൂടെ ശക്തിപ്പെടുത്തി സഭയുടെ കാര്യങ്ങളെല്ലാം കുറച്ചും കൂടെ പൊതുജന മധ്യത്തിൽ മനുഷ്യർക്ക് മനസ്സിലാക്കാൻ തക്കവണ്ണം മീഡിയയിൽ വേണ്ട രീതിയിൽ പ്രൊജക്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു പദ്ധതി ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് അതിൻ്റെ വേണ്ട വിധത്തിൽ പൂർത്തിയാകുമ്പോൾ തീർച്ചയായിട്ടും കുറച്ചും കൂടെ ജനങ്ങളെ നമ്മുടെ കാര്യങ്ങൾ അറിയിക്കാനായിട്ടുള്ള സാധ്യത ഉണ്ടാകും. പിന്നെ ഇടവക തലത്തിൽ വികാരിമാർ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളതാണ് അതേപോലെ ഇതേ സെയിം ടോപ്പിക്കിൽ നിന്നപ്പം ഒരു 24/7 സെക്രട്ടേറിയറ്റ് വേണമെന്നുള്ളൊരു സ്വപ്നം എനിക്ക് പണി ആരംഭിക്കുകയും ചെയ്തു. പക്ഷെ അത് ഇതുവരെ ആ കെട്ടിടം പൂർത്തീകരിക്കാനായിട്ട് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഒരു 1.5 കോടി 2 കോടി രൂപയോളം വേണം ഇനി അത് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ. അപ്പോൾ അതിനുള്ള ഫണ്ട്സ് ഇതുവരെയും റേസ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് അതൊരു പണിതീരാത്ത വീടായിട്ട് അതിൻ്റെ സ്ട്രക്ചർ തീർന്നിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ഇത്രയും കാശും കൂടെ ഉണ്ടായാലേ അതിൻ്റെ കാര്യങ്ങൾ ബാക്കി പൂർത്തിയാവുകയുള്ളൂ. അപ്പം നമ്മുടെ ഈ കാതോലിക്കേറ്റ് ഫണ്ടിൽ നിന്ന് അതിന് കുറച്ചായിട്ട് വല്ലതും കാതോലിക്കേറ്റ് ഫണ്ടിൽ നിന്ന് അതിന് വെച്ചാൽ ഒന്നും എങ്ങും എത്താനായിട്ടുള്ളതായ സാധ്യതയില്ല. അതിന് വേണ്ടി വേറെ ഒരു ഫണ്ട് എന്തെങ്കിലും രൂപീകരിക്കണം. അത് ചിന്തയിലുണ്ട്. ഇതുവരെ അങ്ങോട്ട് ആക്റ്റീവ് ആയിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ. ഈ പറയുന്ന 2012 മുമ്പെങ്കിലും അതും തീർച്ചയായിട്ടും പൂർത്തീകരിക്കണം എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഇപ്പോൾ ഈ 2012 നമ്മൾ എന്താണ് ഒരു മെയിൻ ഗോൾസ് ആയിട്ട്? അതിനൊരു പ്രത്യേക സമിതിയെ നിയമിച്ചിട്ടുണ്ട്. ആ സമിതി കാര്യങ്ങൾ പഠിക്കാൻ തുടങ്ങിയിട്ടില്ല. അത് ഏതൊക്കെ തരത്തിലാണ് നമുക്കത് ഭംഗിയായിട്ട് ആഘോഷിക്കാൻ സാധിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഏതായാലും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകും.
പിന്നെ നമ്മുടെ കാതോലിക്കേറ്റിൻ്റെ ഹിസ്റ്ററിയൊക്കെ അറിയത്തക്ക രീതിയിലുള്ളതായ പബ്ലിക്കേഷൻസ് അതെല്ലാം അതിൻ്റെ അകത്ത് ഉണ്ടാകുമെന്നുള്ളതാണ് പ്രതീക്ഷ. അതിൻ്റെ ഡീറ്റെയിൽസ് വർക്കൗട്ട് ചെയ്യാൻ കമ്മിറ്റി ആക്കിയിട്ടുണ്ട്. അവരതിൻ്റെ വർക്ക് തുടങ്ങുന്നതേ ഉള്ളൂ. നമ്മുടെ ഈ ഉസ്താദ് തിരുമേനിയെ പോലത്തെ തിരുമേനിമാരുടെ കുറേ വിഷൻസ്, അതായത് ഒരു മിഷൻ ചർച്ച് ആവണം എന്നുള്ള, അത് എല്ലാവരും അക്നോളജ് ചെയ്യുന്ന ഒരു ഇതാണോ, അതോ അത് ഉസ്താദ് തിരുമേനിയും 1-2 തിരുമേനിമാരുമായിട്ട് ഒതുങ്ങിക്കൂടുന്ന ഒരു കോൺസെപ്റ്റാണോ? ഈ മിഷൻ എന്ന് പറയുന്നത് എല്ലാ ക്രിസ്തീയ സഭകളുടെയും പ്രധാന ലക്ഷ്യമായിരിക്കണം എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ക്രിസ്തു ശിഷ്യന്മാരോട് പറഞ്ഞും ലോകമെങ്ങോടും പോയി എൻ്റെ സുവിശേഷം അറിയിക്കുക. പക്ഷേ മിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊരു വ്യക്തമായിട്ടുള്ള ധാരണയുണ്ടാകും. ഇപ്പോൾ കൺവേർഷൻ മാത്രമല്ല മിഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വെറും പ്രസംഗം മാത്രമല്ല മിഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ കൂടെയും നമ്മുടെ പ്രവർത്തനത്തിൽ കൂടെയും നമ്മുടെ സോഷ്യൽ കമ്മിറ്റ്മെൻറ്റിൽ കൂടെയും യേശുക്രിസ്തുവിനെ യേശുക്രിസ്തുവിൻ്റെ മെസ്സേജ്, യേശുക്രിസ്തുവിനെ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ അത് എല്ലാ തരത്തിലും ചെയ്യാനായിട്ടുള്ള ബാധ്യത നമുക്ക് എപ്പോഴും ഉണ്ട്. അതിനോട് ആരും ഡിസഗ്രി ചെയ്യുകയില്ല. പക്ഷേ അതിൻ്റെ ഡിഗ്രിയിൽ പലരും വിഭാവനം ചെയ്യുന്ന ഡിഗ്രിയിൽ വ്യത്യാസം ഉണ്ടായിരിക്കും എന്നുള്ളതേ ഉള്ളൂ. ഉസ്താദ് യൂസഫ് ഇനി എപ്പോഴും ചെയ്തത് പോരാ, ഇനി നമ്മുടെ സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് കൂടുതൽ പ്രവർത്തിക്കണമെന്ന് എപ്പോഴും നമ്മളെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മഹാത്മാവാണ്. അതിനോട് ആർക്കും ഡിസഗ്രി ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. പക്ഷേ എപ്പോഴും തിരുമേനിയുടെ അത്രയും ആവേശത്തോടു കൂടെ പ്രവർത്തിക്കാനായിട്ട് എല്ലാവർക്കും ഒരുപക്ഷെ സാധിക്കുന്നില്ല. അതൊരു കുറവാണ് എന്നുള്ള സംശയമില്ല. ഇപ്പം നമ്മുടെ സഭ ഒരു എൻജിനീയറിംഗ് കോളേജ് തുടങ്ങി. അവിടെ നമ്മളും ഈ ബാക്കിയുള്ളവർ ചെയ്യുന്ന പോലെ ക്യാപിറ്റേഷനൊക്കെ മേടിച്ച് ചെയ്യാനാണെങ്കിൽ നമ്മൾ എന്തിനാണ് ഇതിൽ ഇറങ്ങിത്തിരിക്കുന്നത്? നമ്മൾ ആ ഒരു ക്രിസ്ത്യൻ ഔട്ട്ലുക്ക് ഇല്ലാതെ അങ്ങനെ ആരും അവിടെ ചോദ്യം ചെയ്യാറില്ലേ? നമ്മൾ ക്യാപിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഈ സ്വാശ്രയ കോളേജുകളെല്ലാം തന്നെ അതിൻ്റേതായ ഫണ്ട്സ് ഉണ്ടെങ്കിലേ അതിനെ നിലനിൽക്കാനായിട്ട് സാധിക്കുള്ളൂ. ഇപ്പം ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു എൻജിനീയറിംഗ് കോളേജ് നമുക്ക് പ്രവർത്തന സജ്ജമാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിന് ഗവൺമെൻറ് വെച്ചിട്ടുള്ളതായ നിബന്ധനകൾക്ക് അകത്തുനിന്നുകൊണ്ട് തന്നെയാണ് നമ്മൾ പ്രവർത്തിക്കുന്നതെന്നാണ് എൻ്റെ വിശ്വാസം പൂർണ്ണമായിട്ടും. പിന്നെ അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റിന് ആവശ്യമായിട്ടുള്ള ധനസമാഹരണം പല വിധത്തിൽ നമ്മൾ ആദ്യം ഒത്തിരി പേരുടെ കയ്യിൽ കോൺട്രിബ്യൂഷൻസ്, അതായത് അഡ്മിഷനോടോ അല്ലെങ്കിൽ ജോലിയോടോ ഒന്നും ബന്ധപ്പെടാതെ കോൺട്രിബ്യൂഷൻസ് നമ്മൾ ഇഷ്ടം പോലെ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ സന്തോഷത്തോടുകൂടെ കുട്ടികളിൽ നിന്ന് കുറച്ചൊക്കെ കാശ് ഫീസ് എന്ന് ഗവൺമെൻറ് അംഗീകരിച്ചിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. അല്ലാതെ വെറുതെ ഭീമമായിട്ടുള്ള തുകകൾ കുട്ടികളിൽ നിന്ന് അവിടെ വാങ്ങിക്കുന്നുണ്ട് എന്നെനിക്ക് വിശ്വാസമില്ല. ഞാൻ എൻ്റെ അഡ്മിനിസ്ട്രേഷനുമായിട്ട് ഒരു പരിധിക്ക് അപ്പുറം ബന്ധപ്പെട്ടിട്ടില്ല. എന്തായിരുന്നാലും എഞ്ചിനീയറിംഗ് കോളേജിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മുടെ പീരുമേടിലുള്ള കോളേജ്, നമ്മുടെ ഔഗേൻ തിരുമേനി കാലം ചെയ്തിട്ട് ഇപ്പം ഒരു വർഷം ആവുന്നു. അപ്പം തിരുമേനിയോട് ഇങ്ങനെ ഒരു 1.5 വർഷം മുമ്പ് സംസാരിക്കാനിടയിൽ വന്നപ്പം തിരുമേനി പറഞ്ഞു ഇങ്ങനെ അവിടെ ഇടുക്കിയിലുള്ള പാവപ്പെട്ട പിള്ളേരെല്ലാം അവർക്ക് അതിൻ്റെ ഒരു അഡ്മിഷൻ ഇത് ഉണ്ടെങ്കിൽ അവർക്ക് ഞാൻ കാശൊന്നും ഇല്ലാതെ തന്നെ അഡ്മിഷൻ കൊടുക്കുന്നു. അപ്പം ആ ഒരു ഇത് കണ്ടിന്യൂ ചെയ്യുമോ, അതോ അതിനു മുമ്പ് മേ ബി ഈ ഇടുക്കി ഇന്നിപ്പം എങ്ങനെ ഇരിക്കുന്നു, ഒരു പോസ്റ്റ് ഔഗേൻ മാർ ദേവനാശ്വാസ് തിരുമേനിയുടെ ഇടുക്കി എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച്? എഞ്ചിനീയറിംഗ് കോളേജിൽ ഇടുക്കി ഭദ്രാസനത്തിൽ നിന്ന് ഉള്ള കാര്യം എനിക്കറിയില്ല. അല്ലാതെ തന്നെ സഭയിൽ നിന്ന് തന്നെ 10ഓളം വിദ്യാർത്ഥികൾക്ക്, നിർധനരായ വിദ്യാർത്ഥികൾക്ക് ഫീസ് ഒന്നും വാങ്ങിക്കാതെ ഇവിടെ പഠിപ്പിക്കുന്നതിനായിട്ടുള്ള സാഹചര്യം നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഒരു ഭാഗത്തുനിന്ന് ഫീസിനേക്കാൾ കൂടുതൽ ഒരുപക്ഷെ നമ്മൾ വാങ്ങിക്കുന്നുണ്ടെങ്കിലും ആ തരത്തിലുള്ളൊരു ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ഈ എഞ്ചിനീയറിംഗ് കോളേജിൽ നടക്കുന്നുണ്ട്. എഞ്ചിനീയറിംഗ് കോളേജിനെ സംബന്ധിച്ചിടത്തോളം അത് എനിക്കറിയാവുന്ന സംഗതിയാണ്. വളരെ നോമിനലായിട്ടുള്ള എന്തോ ഒരു തുക വാങ്ങിച്ചുകൊണ്ട് ഓൾമോസ്റ്റ് ഫ്രീ ആയിട്ട് നമ്മൾ വിദ്യാർത്ഥികളുടെ 10 പേർക്കാണെന്നാണ് എൻ്റെ വിചാരം, ഒരു വർഷം നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇടുക്കി ഭദ്രാസനം ഇതുവരെയും അതിന് ഒരു ഫുൾ ടൈം മെത്രാപ്പൊലീത്തായെ കൊടുക്കാനായിട്ട് സാധിച്ചിട്ടില്ല. നിയുക്ത കാതോലിക്ക ബാവ തിരുമേനി വന്നുപോയ ഒരു എമർജൻസിയിൽ മെത്രാപ്പൊലീത്തായുടെ ഫംഗ്ഷൻ നിർവഹിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എപ്പോഴും ഒരു മെത്രാപ്പൊലീത്തായുടെ അഭാവം അതൊരു അഭാവം തന്നെയാണ്, അതിപ്പോൾ ഏത് ഭദ്രാസനത്തിനായാലും. അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഈ പ്രാവശ്യം വരാൻ പോകുന്ന അസോസിയേഷനിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ 7 മെത്രാപ്പൊലീത്തന്മാരെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അതിലൊരാളെ ഇടുക്കിക്ക് നിയമിച്ച് കഴിഞ്ഞതിന് ശേഷമേ
പോസ്റ്റ് ദിവനാസിയോസ് തിരുമേനി എങ്ങനെ ഇരിക്കുന്നു എന്നതിനെക്കുറിച്ച് നമുക്കൊരു ഇവാലുവേഷൻ നടത്താനായിട്ട് സാധിക്കുകയുള്ളൂ. ഇപ്പോൾ കാര്യങ്ങൾ അതുവരെ പോയതുപോലെ ജസ്റ്റ് കൊണ്ടുപോകുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിൽ കൂടുതൽ ചെയ്യാനായിട്ടൊന്നും സാധിക്കുകയില്ല. കാരണം ഞങ്ങൾ ഇടുക്കിയിൽ ചെന്നപ്പോൾ ഒത്തിരി പ്രോജക്ട്സ് അതെല്ലാം ചെയ്തായിരുന്നു. കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അതിന് ഫണ്ട്സ് ഉണ്ടായിരുന്നത്രയും ഒക്കെ തീർച്ചയായിട്ടും കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. കാരണം തിരുമേനിക്ക് പലരും പല വാഗ്ദാനങ്ങളും കൊടുത്തിരുന്നു. പല പദ്ധതികൾക്കും ഓൾറെഡി കുറേ പണമൊക്കെ കിട്ടിയിരുന്നിടത്തോളം കാശുകളൊക്കെയും അതാത് പദ്ധതികൾക്ക് തന്നെ വിനിയോഗിക്കുന്നുണ്ട്. പിന്നെ കൂടുതൽ വാഗ്ദാനം ചെയ്തിരുന്നവരൊക്കെ തിരുമേനി കാലം ചെയ്തതിന് ശേഷം എന്താ സംഭവിച്ചതെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ഏതായാലും ഭദ്രാസനം പഴയതുപോലെ ഒരു വികസനത്തിൻ്റെ പാതയിൽ വീണ്ടുമായി തീരണമെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഒരു മെത്രാപ്പൊലീത്ത വന്നേ മതിയാകൂ. അതിനുശേഷമേ നമുക്ക് ശരിയായിട്ടുള്ളൊരു വിലയിരുത്തലിന് സാധിക്കുകയുള്ളൂ. ഈ ഇടുക്കി പോലത്തെ ഭദ്രാസനങ്ങൾ ഈ തിരുമേനിയും പറയുണ്ടായി അന്ന് ഇങ്ങനെ ഈ അച്ഛന്മാർക്ക് പോലും ശമ്പളം കൊടുക്കാനായിട്ടുള്ള നിവൃത്തിയില്ല. അപ്പോൾ ഇപ്പം നമ്മൾ ഈ ഡയസസിൻ്റെയൊക്കെ ഷാർജയും അവരെയൊക്കെ പിടിച്ച് പുതിയ ഡയസസിൻ്റെ കൂടെ ഇട്ടപ്പം ഒരു നല്ല ഒരു ഒരു സ്വന്തമായിട്ട് നിൽക്കാൻ പറ്റുന്ന ഒരു ഇത് ഈ ഇടുക്കിയോ അല്ലെ സുൽത്താൻ ബത്തേരി പോലത്തെ ഒരു ഡയസസിൽ എന്താണ് ആഡ് ചെയ്യാനത്? ഗൾഫിലെ പള്ളികളാണോ? ഗൾഫിലെയോ എവിടെയെങ്കിലും ഒരു അത് സജീവമായിട്ടുള്ള ചിന്തയ്ക്ക് വന്ന ഒരു കാര്യമാണിത്. ഞാൻ വാസ്തവം പറഞ്ഞാൽ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം അതുപോലെയുള്ള ഏതെങ്കിലും ഒരു പള്ളി ഈ ഭദ്രാസനങ്ങൾക്കൊക്കെ തന്നെ കൊടുക്കണം എന്നുള്ളതായിരുന്നു. അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള ഭദ്രാസനങ്ങൾക്കെല്ലാം കൊടുക്കണം എന്നുള്ളതായിരുന്നു. ഗൾഫിലെ പള്ളികളിലെ ചില പള്ളിക്കാരുമായിട്ട് ഞാൻ പേഴ്സണലായിട്ട് സംസാരിച്ചപ്പോഴും അവർക്കിപ്പോൾ ഏത് ഭദ്രാസനത്തിൻ്റെ കൂടെ നിൽക്കുന്നതിന് പ്രയാസമില്ല എന്നാണ് ഒരു സമയത്ത് പറഞ്ഞിരുന്നത്. പക്ഷേ ഇത് മറ്റു പലരും ഗൾഫിലുള്ള പലരുമായിട്ടൊക്കെ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇപ്പോൾ ഓൾറെഡി ഗൾഫിലെ പിരിവിന് യാതൊരു കൺട്രോളും ഇല്ല, യാതൊരു നിയന്ത്രണവും ഇല്ല. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ ഗൾഫിലെ പള്ളികൾ ഏത് ഭദ്രാസനത്തിലായിരുന്നാലും ഒരു വ്യത്യാസവും ഇല്ലാത്തൊരവസ്ഥയാണുള്ളത്. ഇപ്പോൾ ബോംബെ ഭദ്രാസനത്തിൻ്റെ കീഴിൽ നിൽക്കുന്ന പള്ളികളിൽ ബോംബെയിൽ നിന്നുള്ള വൈദികരോ ബോംബെയിലെ മെത്രാപ്പൊലീത്തായോ മാത്രമേ പോവുകയും സന്ദർശിക്കുകയും പിരിവുകൾ നടത്തുകയും ചെയ്യുന്നുള്ളായിരുന്നു എങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇപ്പോൾ എല്ലാ തിരുമേനിമാരും അവിടെ വരുന്നുണ്ട്. എല്ലായിടത്തു നിന്നുള്ളതായ വൈദികർ അവിടെ വന്ന് വീടുകളൊക്കെ സന്ദർശിക്കുകയും ഓരോ കാര്യത്തിന് വേണ്ടിയിട്ട് പിരിവുകളൊക്കെ നടത്തുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു പള്ളി ഒരു ഭദ്രാസനത്തിന് വേണ്ടി വയ്ക്കുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. അതിനേക്കാൾ നല്ലത് ഈ പള്ളികൾ ഓരോന്നും ഏതെങ്കിലും ഒരു ഭദ്രാസനത്തെ സ്പോൺസർ ചെയ്യുക, അല്ലെങ്കിൽ അവിടുത്തെ ഡെവലപ്മെൻറ്റ് പ്രോജക്ട്സിനെ സ്പോൺസർ ചെയ്യുക എന്നുള്ള ഒരു തത്വം അംഗീകരിക്കുന്നതായിരിക്കും നല്ലത് എന്ന് പറഞ്ഞതുകൊണ്ട് ആ തരത്തിലാണിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനിപ്പോൾ ഇന്ന പള്ളി ഇന്ന ഭദ്രാസനമൊന്നും നിശ്ചയിച്ചില്ല എന്നായിരുന്നാലും, പക്ഷേ ഗൾഫിലുള്ള ഏതെങ്കിലും നല്ലോണം സാമ്പത്തികമായിട്ട് പ്രാപ്തിയുള്ള ഓരോ പള്ളികൾ ഇടുക്കി പോലെയുള്ള ഭദ്രാസനങ്ങളിലെ വികസന പ്രവർത്തനങ്ങളെ സ്പോൺസർ ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നതിനുള്ള ഒരു ക്രമീകരണം കൊണ്ടുവരണം എന്നുള്ള ഒരു അഭിപ്രായം ശക്തമായിട്ടുണ്ട്. അതിനുവേണ്ടി പരിശ്രമിക്കുന്നു. അത് കേൾക്കാൻ വളരെ നല്ലൊരിതാണ്. കാരണം ഈ അതേപോലെ ഇപ്പം നമ്മൾ പലയിടത്തും ഈ വലിയ പള്ളികളെല്ലാം 3 കുർബാന 9 ഇങ്ങനെ അതിൻ്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് പോകുമ്പം ഈ ഇടുക്കി പോലത്തെ സ്ഥലങ്ങളിലൊക്കെ ഒരു ഞായറാഴ്ച മാത്രം കുർബാനയുള്ള പള്ളികളിൽ അവിടുത്തെ ഈ നമ്പർ ഓഫ് ടൈംസ് ഇൻക്രീസ് ചെയ്യാനായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ആരാധന എല്ലാ ഞായറാഴ്ചയോ ആകത്തക്ക രീതിയിൽ അതിപ്പോൾ ഒരു മെത്രാപ്പൊലീത്തായുടെ കീഴിൽ അത് വന്ന് സ്റ്റേബിളായിട്ടുള്ള ഭരണം ലഭിച്ചു കഴിയുമ്പോഴത്തേക്കും അതിനുള്ള സാധ്യത ഉണ്ടാകുമെന്ന് എൻ്റെ വിചാരം. ഇടുക്കി ഭദ്രാസനത്തെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി മെത്രാപ്പൊലീത്തന്മാർ ഈ സ്ഥാപിച്ച കാലം മുതൽ മാറി മാറി വരുന്ന ഒരു സാഹചര്യമേ അവിടെ ഉണ്ടായിട്ടുള്ളത്. പൗയൻ ദിവനാസിയോസ് തിരുമേനിയായിരുന്നു അവസാനമായിട്ട് അവിടെ സ്ഥിരമായി നിലനിന്ന ഒരു മെത്രാപ്പൊലീത്തായുള്ള തിരുമേനിയും നിർഭാഗ്യവശാൽ പെട്ടെന്ന് കടന്നു പോകുന്ന ഒരവസ്ഥയുണ്ടായി. ഇനി വരുന്ന മെത്രാപ്പൊലീത്തായ്ക്ക് ഇതുപോലെയുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധ കൊടുത്ത് പ്രവർത്തിച്ചാൽ അതിനൊക്കെ സാധിക്കുമെന്നുള്ളതാണ് എൻ്റെ വിചാരം. അച്ഛൻ ഒത്തിരി കാര്യങ്ങൾ ഇതിൻ്റെ ഇടയിൽ ഡിസ്കസ് ചെയ്തു. അപ്പം ഇതൊന്ന് വൈൻഡപ്പ് ചെയ്യാനായിട്ട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. അച്ഛൻ ഈ പ്രീസ്റ്റ് ട്രസ്റ്റി സ്ഥാനത്തേക്ക് വന്നപ്പോൾ അച്ഛൻ്റെ ഒരു ടോപ്പ് 3 എന്താണ് ആഗ്രഹങ്ങൾ ഈ സഭയ്ക്ക് വേണ്ടി എന്ത് മാറണം എന്നുള്ള അതിനെക്കുറിച്ചൊരു ഒന്നാമത് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ ഈ വൈദിക ട്രസ്റ്റിയുടെ പോസ്റ്റ് ഒരു എക്സിക്യൂട്ടീവ് പോസ്റ്റല്ല. മലങ്കര മെത്രാപ്പൊലീത്തായോട് ചേർന്ന് നിന്ന് അദ്ദേഹത്തിൻ്റെ ആലോചനാ സമിതിയിൽ ഒരംഗം എന്നുള്ള നിലയിൽ പരിമിതമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ ചിന്തിച്ച്
പ്ലാൻ ചെയ്ത് പ്രാവർത്തികമാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. എന്നിരുന്നാലും എൻ്റെ മനസ്സിൽ ഈ സ്ഥാനം ഏൽക്കുമ്പോൾ ഉണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട ചിന്തയെന്ന് പറയുന്നത്, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മുടെ സഭയുടെ പബ്ലിക് റിലേഷൻസ് ഒന്ന് മെച്ചപ്പെടുത്തേണ്ടത് ആവശ്യമാണ്. പ്രത്യേകിച്ച് മാധ്യമങ്ങളിൽ കൂടെ ഈ പറഞ്ഞതുപോലെ സഭയുടെ പ്രവർത്തനങ്ങളും സഭയ്ക്ക് പറയാനുള്ള കാര്യങ്ങളും പൊതുജനങ്ങൾ പലപ്പോഴും അറിയുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ സഭ ഒത്തിരി തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് പാത്രികീസ് വിഭാഗവുമായിട്ടുള്ള ഈ വടംവലിയിൽ അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റിൻ്റെ അകത്ത് തന്നെ പല കാര്യങ്ങളും നമ്മൾ പറയുന്ന സത്യങ്ങൾ മറച്ചു വയ്ക്കത്തക്ക രീതിയിൽ അല്ലെങ്കിൽ അതിനെ ഷാഡോ ചെയ്യത്തക്ക രീതിയിലാണ് മറുവിഭാഗത്തിൽ നിന്ന് പലപ്പോഴും പല പ്രസ്താവനകളും മാധ്യമങ്ങളിൽ കൂടിയുള്ള കൈയേറ്റമൊക്കെ ഉണ്ടാകുന്നത്. അവിടെ നമ്മുടെ PR അല്പം കൂടെ മെച്ചപ്പെടുത്തി മീഡിയയിൽ കൂടെ നമ്മുടെ സഭയുടെ യഥാർത്ഥ രൂപം പ്രൊജക്റ്റ് ചെയ്യേണ്ട ഒരാവശ്യമുണ്ടെന്ന് തോന്നുകയും അതിനുവേണ്ടി പ്രവർത്തിക്കണമെന്ന് ചിന്തിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പം പറഞ്ഞതുപോലെ നമ്മുടെ ലിറ്റർജിക്കൽ റിവൈവൽ എന്ന് പറയുന്നത് എൻ്റെ മനസ്സിലെ ഒരു കൺസേണാണ്. ലിറ്റർജി നമ്മുടെ ഇന്നത്തെ അവസ്ഥയ്ക്കൊത്ത് അതിനെ ഭംഗിയാക്കി കൊണ്ടുവരികയും ജനത്തിന് ആരാധിക്കാൻ തക്ക ഒരു പലരും പലതരത്തിലുള്ളതായ കംപ്ലയിൻറ്റ്സ് പറയുന്നുണ്ട്. എല്ലാവരും നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്ന കാര്യങ്ങളല്ല. എന്നിരുന്നാലും ചില കാര്യങ്ങൾ വരുത്തേണ്ട ചില വ്യത്യാസങ്ങളുണ്ട് എന്ന് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതിനുവേണ്ടി പ്രവർത്തിക്കണമെന്നുള്ള ഒരാഗ്രഹം ഉണ്ടായിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ അതിൻ്റെ മൂന്നാമത് പാത്രികീസുകാരുമായിട്ടുള്ള പിന്നെ കോൺഫ്ലിക്റ്റിൻ്റെ അകത്തും ഈ പറഞ്ഞതുപോലെ നമ്മുടെ സഭയ്ക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഒരു നിലനിൽപ്പും കേസിൻ്റെ നടത്തിപ്പിലുമൊക്കെ വളരെ ശക്തമായിട്ട് മുന്നേറാനായിട്ടുള്ള ഒരു ആലോചനയും ഒക്കെ ഉണ്ടാകണമെന്നുള്ള ഒരു ചിന്തയുണ്ടായിട്ട്, പ്രത്യേകിച്ച് വടക്കൻ ഭാഗത്തു നിന്ന് വരുന്ന ഒരു വൈദികൻ എന്നുള്ള നിലയിൽ അവിടെ ഞങ്ങൾ അനുഭവിക്കുന്ന നേരിട്ട് ഞാൻ കണ്ട്, എൻ്റെ പള്ളിയിൽ പ്രശ്നങ്ങളൊന്നുമില്ല എങ്കിൽ തന്നെയും നേരിട്ട് ഞങ്ങൾ കണ്ടും കേട്ടും അറിഞ്ഞും വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അവിടെയും എന്തെങ്കിലും ശക്തമായിട്ടുള്ള നിലപാടുകൾ സഭ സ്വീകരിക്കത്തക്കവണ്ണം ഒരു ആലോചന ഭാവത്തിനും എനിക്ക് കൊടുക്കുക, അതേ ഞങ്ങളെ കൊണ്ട് സാധിക്കുള്ളൂ. അവസാനമായിട്ട് ഞാൻ ഒരു ക്വസ്റ്റ്യൻ കൂടി ചോദിക്കാം. ഈ ഐക്കൺ പോലത്തെ ഫോറമുകളിൽ 66,000 മെമ്പേഴ്സ് ഉള്ളതിൽ നമ്മുടെ ഇതിനെക്കുറിച്ച് കണ്ടിന്യൂസ് ആയിട്ട് എഴുതാൻ ഈ കാതോലിക്ക അരമനയിൽ നിന്നും നമ്മുടെ സഭയിൽ നിന്നും പറ്റുമോ, അതോ അതിൽ നിങ്ങളൊരു വാല്യൂ കാണുന്നുണ്ടോ എന്നുള്ളത്? ഐക്കൺ ഇന്നത്തെ ഇപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാധ്യമമാണ് ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത്. അതിൽ ഇപ്പം നമ്മുടെ സഭയെക്കുറിച്ച് ഒത്തിരി എഴുതുന്ന ഒരു സാധനമാണ് ഐക്കൺ എന്ന് പറയുന്നത്. ചിലർ അതിൻ്റെ അകത്ത് ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ ചില സമയത്ത് വളരെ റെഗുലറായിട്ട് അത് വായിക്കുന്നുണ്ട്. എപ്പോഴും എഴുതുന്നില്ല എങ്കിലും വായിക്കുന്നുണ്ട്. പക്ഷേ എപ്പോഴും വായിക്കാനുള്ള സമയം ഈ പറയുന്ന പോലെ കിട്ടാറില്ല എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ സഭയ്ക്ക് ഒരു ശക്തമായിട്ടുള്ള PR ഡിപ്പാർട്ട്മെൻറ്റ് വരികയാണെങ്കിൽ സഭയുടെ ഔദ്യോഗികമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ ഈ ഐക്കൺ വഴി പറഞ്ഞതുപോലെ വരുത്താനായിട്ട് നമുക്ക് ശ്രമിക്കേണ്ടതാണെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാരണം അത് പൊതുജനത്തിൻ്റെ അഭിപ്രായം രൂപപ്പെടുന്നത് പലപ്പോഴും ഇതിൽ നിന്നാണ്. അപ്പോൾ അവിടെ കറക്റ്റായിട്ടുള്ള വ്യൂസ് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കുന്നെങ്കിൽ അത് ഒരു പരിധിവരെ സഹായിക്കും. ഒത്തിരി പേര്, എത്ര പേര് വായിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്? 6,000 മെമ്പേഴ്സ് ഉണ്ട്. പക്ഷേ ആക്റ്റീവായിട്ട് ഇത് ദിവസവും വായിക്കുന്നവർ എന്തോരം പേരുണ്ടാവും? ഒരു അറ്റ്ലീസ്റ്റ് ഒരു 3/4 എങ്കിലും ഉണ്ടാവും. ഡെയിലി വായിച്ച് റെസ്പോണ്ട് ചെയ്യുന്നവരുണ്ട്. റെസ്പോണ്ട് ചെയ്തില്ലെങ്കിലും ഞങ്ങൾ പലരെയും കേട്ടിട്ടുള്ളത് ഇങ്ങനെ ഞങ്ങളിതിൽ വായിച്ചില്ല എന്ന് പറഞ്ഞ് ഇപ്പം ഇന്ന് തോമസ് അച്ഛൻ പറഞ്ഞു. അതൊക്കെ പുതിയ ന്യൂസാണ് ഞങ്ങൾക്ക് കിട്ടുന്നത്. അങ്ങനെ നല്ലൊരു ഫോറമായിട്ട് തോന്നി. അതിൽ ഈ കൂടുതൽ കാര്യങ്ങൾ എഴുതി മനസ്സിലാക്കാമെങ്കിൽ പകുതി തെറ്റിദ്ധാരണകൾ മാറ്റാമെന്നുള്ളത്. അപ്പം ഇത്രയും നേരം അച്ഛൻ ഞങ്ങളുടെ അടുത്ത് ഇത്രയും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തതിന് വളരെ താങ്ക്സ് ഉണ്ട്. ഇത് ജനങ്ങൾക്ക് നമ്മുടെ സഭയെ കൂടുതലായിട്ട് മനസ്സിലാക്കാനായിട്ട് സഹായിക്കുന്ന പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.